നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ചിങ്ങ ലഗ്നം, അതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ നമ്മള് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 5ാമത്തെ ലഗ്നമാണ്. ലഗ്നം എന്താണെന്ന് പല എപ്പിസോഡിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രം ചിലപ്പോൾ ചിങ്ങലഗ്നക്കാര് മാത്രം കാണുമ്പോൾ എന്താണ് ലഗ്നം എന്നൊന്നും അവർക്ക് അറിയില്ല. നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഇപ്പൊ ചിങ്ങമാസത്തിലാണെങ്കിൽ ആദ്യം ഉദിക്കുന്ന രാശി ചിങ്ങമായിരിക്കും. അത് ഏകദേശം 2 ചില്ലാനം നാഴിക അത് ഉണ്ടാകും. അത് ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞ് 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 ഇങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമാക്കി കഴിഞ്ഞതാണ്. അപ്പൊ ചിങ്ങമാസത്തിൽ ചിലപ്പോൾ ചിങ്ങം 1-ാം തീയതി അതിരാവിലെ ജനിക്കുന്ന ആളുകൾ ചിങ്ങലഗ്നമാകാം. 10 മണിക്ക് ജനിക്കുന്ന ആളുകള് തുലാം ലഗ്നമാകാം. ഇങ്ങനെ മാറിപ്പോവും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഈ ലഗ്നത്തെ ആസ്പദമാക്കിയാണ് ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവവിശേഷാദികളും, നിറങ്ങളും, ചലനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ആവർത്തിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുന്ന ഒരാൾ മാത്രമായിരിക്കും, മറ്റു എപ്പിസോഡ് അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ചിങ്ങലഗ്നത്തിലേക്ക് പോകാം. ചിങ്ങം ആദിത്യന്റെ ക്ഷേത്രമാണ്. ആദിത്യൻ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനി. സൂര്യന്റെ ചൈതന്യമില്ലാത്ത ഒരു ജീവജാലങ്ങളും ഈ ഈശ്വര സൃഷ്ടിയിൽ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയിൽ ഇല്ല. സൂര്യനുമായി ബന്ധപ്പെടാതെ ഒരു കാര്യവുമില്ല. സസ്യജാലങ്ങളായാലും ജന്തുക്കളായാലും മറ്റെന്തായാലും സൂര്യൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. സൂര്യനില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. പല രാജ്യങ്ങളിലും ഉദയം തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പോലെയല്ല ഉദയം വരുന്നത്. ആ ഉദയത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ആ ജനതതിക്ക് അതിൻ്റെതായ സ്വഭാവവിശേഷത്തിനും വ്യത്യാസം ഉണ്ടാകും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ആദിത്യൻ അഥവാ സൂര്യൻ നമ്മളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിതെല്ലാം. സൂര്യോദയം വളരെ കുറച്ച് മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. സൂര്യോദയം കൂടുതലുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഓരോ ഋതുക്കൾക്കനുസരിച്ച് സൂര്യോദയം ഏറ്റക്കുറച്ചിൽ വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ സൂര്യന്റെ പ്രത്യേകതകളാണ്. അത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ പ്രത്യേകതയാണ്. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഓരോ സ്ഥലത്തും വരുന്ന വ്യതിയാനങ്ങളാണ്. നമുക്ക് ചിങ്ങലഗ്നത്തിലേക്ക് പോകുമ്പോൾ ചിങ്ങലഗ്നക്കാര് ഏത് തരത്തിലാണ് ലഗ്നത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ നിറം, സ്വഭാവം, മറ്റു കാര്യങ്ങൾ, ശബ്ദം എന്ന് വേണ്ട ചലനങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ചിങ്ങലഗ്നം ജനിക്കുന്ന വ്യക്തിക്ക്, ചിങ്ങലഗ്നത്തിന് സത്യത്തിൽ ബുധനും ശുക്രനും പാപനാണ്. കാരണം ശുക്രന് 10ാം ഭാവാധിപത്യം എന്ന കേന്ദ്രാധിപത്യ ദോഷവും ബുധനും അതുപോലെ തന്നെ 2ാം ഭാവാധിപത്യം എന്ന മാരകദോഷവും. 2ാം ഭാവം മാരകത്വം മാത്രമല്ല മറ്റു പലതും ഉണ്ട്. ബുധന് അതുപോലെ 11ാം ഭാവാധിപത്യവും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടുപേരും അവിടെ പാപന്മാരായി മാറുന്നത്. ഈ ലഗ്നത്തിന് അവര് രണ്ടുപേരും പാപന്മാരാണ്. പാപന്മാരായി എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഗുണഫലത്തിന് കുറവ് വരും എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അവിടെ സംഭവിക്കാറില്ല. ഇപ്പൊ കർമാധിപൻ ശുക്രനാണ് ചിങ്ങലഗ്നത്തിന്റെ. അത്തരക്കാർ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ നിലയിൽ കഴിയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം അത് ആ ശുക്രന്റെ പവറും ആ നിൽക്കുന്ന അന്തരീക്ഷവും അയാൾ കൊടുക്കുന്ന യോഗങ്ങളും ഒക്കെ ആയിരിക്കും അത്തരത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ പൊയ്ക്കോട്ടെ, നമുക്ക് ആ കാര്യത്തിലേക്കല്ല പോകുന്നത്. ചിങ്ങലഗ്നം ജനിക്കുന്ന ആളുകൾ മിക്കവാറും വെളുത്ത ആളുകളും
ശൂരപ്രകൃതി, ഒരു ധീരപ്രകൃതി, എല്ലാ കാര്യത്തിനും ഒരു സ്ഥിരചിത്തതയും. സൂര്യൻ സ്ഥിരനാണ്, ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുകയാണ്. സൂര്യൻ ചലിക്കുന്നില്ല. നമുക്ക് തോന്നുകയാണ് സൂര്യൻ ചലിക്കുന്നു, ഭൂമിയാണ് ചലിക്കുന്നത്. അപ്പോ അവരൊരു സ്ഥിരപ്രകൃതിക്കാരും വാതപിത്ത രോഗങ്ങളെല്ലാം കൊണ്ട് അവര് കഷ്ടപ്പെടുന്നവരും, മാംസാഹാരം അതുപോലെ വനപ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരും, സർക്കാർ ജോലി പോലുള്ള വലിയ ജോലിയിൽ പെടുന്നവരും, സാമൂഹ്യ സേവകരും, രാഷ്ട്രീയ നേതാക്കന്മാരും, അതുപോലെ നാനാ തുറയിൽ ശോഭിക്കുന്നവരുമാണ്. അവരുടെ സ്വഭാവത്തിന് സ്ഥിരതയുണ്ടാകും. സൂര്യൻ സ്ഥിരനാണല്ലോ, സ്ഥിരരാശിയാണത്. അപ്പോ ആ സ്ഥിരത ഉണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിനും അവർക്ക് ചഞ്ചലിപ്പുണ്ടാവില്ല, അവർ സ്ഥിരത ഉണ്ടാവും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. സാഹസ സ്വഭാവം, അതുപോലെ കഠിന പ്രയത്നങ്ങൾ, പ്രതിബദ്ധത, എന്തിനോടും ഒരു പ്രതിബദ്ധത മുതലായവയെല്ലാം ചിങ്ങലഗ്നക്കാരുടെ ഒരു ജനറൽ സ്വഭാവമാണ്, ഒരു സാധാരണ സ്വഭാവമാണ് ചിങ്ങലഗ്നക്കാരുടെ. ആ ചിങ്ങലഗ്നക്കാരെ സംബന്ധിച്ച് അവർക്ക് അല്പം മുൻകോപം ഉണ്ടാകും. എല്ലാ കാര്യത്തിനും ഞാനാണ് വലുത് എന്നുള്ള ഒരു മുൻകോപം അവര് കാണിച്ചു കളയും. അതിനെ തെറ്റായി നമ്മൾ വ്യാഖ്യാനിക്കാം. അവരുടെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാം. എന്നിരുന്നാലും ചിങ്ങലഗ്നം ജനിച്ച ആളുകൾ പൊതുവിൽ അവർ ഒരു ധീര സ്വഭാവമുള്ളവരും സ്ഥിര സ്വഭാവമുള്ളവരും സാമാന്യം മാന്യന്മാരും മാന്യകളും ആയ സ്ത്രീകളും പുരുഷന്മാരും ആയിരിക്കും. അവരുടെ രണ്ടാം ഭാവം കന്നിയാണ്. രണ്ടാം ഭാവം കന്നി ബുധന്റെ ക്ഷേത്രമാണ്. ബുധന്റെ ക്ഷേത്രമാണ്. ആ രണ്ടാം ഭാവം അവർക്ക് ഞാൻ നേരത്തെ മാരകസ്ഥാനം, മരണത്തിന് മാരകസ്ഥാനം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭർത്താവിന്റെ മുഖമാകാം, ഭാര്യയുടെ മുഖമാകാം, ധനസ്ഥാനമാകാം, ഇങ്ങനെ പലതുമാകാം. പല കാര്യങ്ങൾ രണ്ടാം ഭാവത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പൊ ധനം, സ്വർണം, മാന്യത, ആനന്ദം, സംഗീതം, നൃത്തം, കല മുതലായ കാര്യങ്ങളിലെല്ലാം രണ്ടാം ഭാവക്കാരായ ഈ ചിങ്ങലഗ്നക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ബുധന്റെ ക്ഷേത്രമാണ്, ബുധന്റെ തൊഴിലാണ് തന്നെ. അതുപോലെ നിഗൂഢ ശാസ്ത്ര പഠനം, അധ്യാപക വൃത്തി, ഇതുപോലുള്ള കാര്യങ്ങളും സാധാരണഗതിയിൽ രണ്ടാം ഭാവം, ചിങ്ങലഗ്നത്തിന്റെ രണ്ടാം ഭാവം കന്നിയായി വരുമ്പോൾ അത്തരക്കാർക്ക് ലഭിക്കാറുണ്ട്. നമ്മൾ ഒരു ലഗ്നത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ലഗ്നത്തിൽ ജനിച്ച ആൾക്ക് വരാവുന്ന വിവിധ സ്വഭാവങ്ങൾ എങ്ങനെ എന്ന് യുക്തിപൂർവം നിങ്ങൾ ചോദിച്ചാൽ യുക്തിപൂർവം മറുപടിയുണ്ട്. ആ ഭാവങ്ങളിൽ ആ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നതായ ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഫലമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ ബുധൻ സ്വക്ഷേത്ര ബലവാനായി കർമാധിപത്യം വഹിച്ച് വർഗോത്തമം ചെയ്യുന്നു. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ബുധൻ കൊടുക്കുന്നത് പാപത്വമല്ല, ഐശ്വര്യമായിട്ട് മാറുകയാണ്. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ചിങ്ങലഗ്നത്തെ കുറിച്ച് രണ്ടാം ഭാവം കന്നി, ആ കന്നി ആയാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇനി മൂന്നാം ഭാവം തുലാമാണ്. തുലാം ശുക്രന്റെ ക്ഷേത്രമാണ്. മൂന്നാം ഭാവം തുലാമാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭോഗാസക്തരും അശ്ലീല വീഡിയോ അതുപോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും പാപബന്ധങ്ങളിൽ ചെന്ന് പെടാനും, അത് സ്ത്രീ പീഡയാകാം, പുരുഷ പീഡയാകാം. ഒരു ഭാഗം മാത്രമല്ല, സ്ത്രീകളിൽ നിന്ന് പുരുഷനും പുരുഷനിൽ നിന്ന് സ്ത്രീക്കും പീഡാനുഭവങ്ങൾ, അതുപോലെ സ്വഭാവ വൈകല്യങ്ങൾ മുതലായ കാര്യങ്ങൾ ഉണ്ടാകാം. മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ്. ചിങ്ങത്തിന്റെ മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ്. അപ്പൊ ആ സഹോദരങ്ങളെ കൊണ്ട് വേണ്ടത്ര ഗുണം കിട്ടാതെ വരികയും പലപ്പോഴും സഹോദരി സഹോദരന്മാർ ശത്രുക്കളായി മാറുന്ന അവസ്ഥയും ഈ സമയത്ത് നമുക്ക് ദർശിക്കാം. വളരെ സൂക്ഷ്മ ദൃഷ്ടിയിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്.
വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ പലർക്കും അങ്ങനെ സംഭവിക്കാം, പലർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാം. കാരണം മൂന്നാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രന് ഔന്നത്യം ഉണ്ടെങ്കിൽ, മാളവിയോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ബലമുണ്ടെങ്കിൽ ഈ ഫലത്തിന് വ്യത്യാസം വരാം. പക്ഷെ മൂന്നാം ഭാവം ചിങ്ങലഗ്നത്തിന്റെ ഭാവമായി വരുമ്പോൾ, മൂന്നാം ഭാവമായി വരുമ്പോൾ, അത് ശുക്രന്റെ ക്ഷേത്രമായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനറലായ കാര്യമാണ് പറഞ്ഞത്. നാലാം ഭാവം വൃശ്ചികമാണ്. അത് വൃശ്ചികം സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്വഭാവഗതി പറഞ്ഞിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കഠിന സ്വഭാവം, എന്നാൽ ഭീരുത്വം, ശത്രുക്കളെ ഉണ്ടാക്കുക, വാക്കുകൾ തോക്കുകളായി ശത്രുക്കളെ ഉണ്ടാക്കുക, ദുർബുദ്ധിയായി മാറുക, ദുഷ്ടബുദ്ധിയായി മാറുക, അന്യരെ കാലുവാരുക, അന്യരെ വഞ്ചിക്കുക, ഹൃദ്രോഗമുണ്ടാകുക, വെറുതെ പക, വിദ്വേഷം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് വേണ്ടാത്ത ആലോചനകളും പ്രവൃത്തികളും വന്ന് ടെൻഷൻ ഉണ്ടായി, ബ്ലഡ് പ്രഷർ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല രോഗങ്ങളും ഇവരുണ്ടാക്കി വെച്ച് ഹൃദ്രോഗിയായി മാറുക എന്നുള്ള അവസ്ഥ നാലാം ഭാവം ചിങ്ങത്തിന്റെ വൃശ്ചികമായി വരുമ്പോൾ കണ്ടുവരുന്നു. അഞ്ചാം ഭാവം ധനു വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. നല്ലതാണ് എന്ന് പറയാമെങ്കിലും സന്താന ശൂന്യത, സന്താനം കുറവായിരിക്കും. അവര് പോലീസ്, പട്ടാള വകുപ്പുമായി ബന്ധപ്പെട്ട്, കാരണം ചൊവ്വയാണ് ചിങ്ങത്തിന്റെ അഞ്ചാം ഭാവം, ചിങ്ങത്തിന്റെ അഞ്ചാം ഭാവം ധനു വ്യാഴമാണ്. ആ വ്യാഴം ആണെങ്കിൽ പോലും അവിടെ പോലീസിലും പട്ടാളത്തിലും ആയുധധാരികളായി നടക്കാനും കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുന്ന ആള്, ഇപ്പൊ കുതിരപ്പടയാളികളൊക്കെ വല്ല റിപ്പബ്ലിക് ഡേക്കോ സ്വാതന്ത്ര്യ ദിനത്തിനോ മാത്രമോ കാണൂ. അല്ലാണ്ട് പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്തുണ്ടായ കുതിരപ്പടയാളികളൊന്നും ഇല്ല. പക്ഷെ ധനു ആയി വരുമ്പോൾ, ധനു അഞ്ചാം ഭാവം പുത്രസ്ഥാനമാണ്. പുത്രസ്ഥാനമാണ്. അല്പസ്വല്പം മനസ്സിന്റെ ആധിപത്യവും, 4നും 5നും മനസ്സിന്റെ ആധിപത്യവും ഉണ്ട്. അപ്പോ അങ്ങനെ ഉള്ള സ്വഭാവ വിശേഷങ്ങൾ അഞ്ചാം ഭാവം ധനുവായി വന്നാൽ കാണാറുണ്ട്. ആറാം ഭാവം മകരമാണ്. മകരം ശനിയുടെ ക്ഷേത്രമാണ്. ശനിയുടെ ക്ഷേത്രം വരുമ്പോൾ അലസത, മടി, കറുത്ത വസ്ത്രധാരണം, അതുപോലെ കാര്യങ്ങളിലെല്ലാം വേണ്ടത്ര കുശാഗ്ര ബുദ്ധിയായി വരാതിരിക്കുക, ധനനാശം, ശത്രുത, വെറുതെ ശത്രുത ഉണ്ടാകുക, വാക്കുകൊണ്ടും വാചകം കൊണ്ടും ശത്രുക്കളെ സമ്പാദിക്കുക മുതലായ അവസ്ഥ ആറാം ഭാവം ചിങ്ങലഗ്നത്തിന്റെ മകരമായി വരുമ്പോൾ ഉണ്ടാകും. അതിന് പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ശനിയും ചിങ്ങലഗ്നത്തിന്റെ അധിപനായ ലഗ്നാധിപനായ രവി, സൂര്യനും തമ്മിൽ അവരച്ഛനും മകനുമാണ്, പക്ഷെ ശത്രുക്കളാണ്. ആ ശത്രുതയായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വരുന്നത്, ആയിരിക്കാം. ഇത് ഗവേഷണപരമായിട്ടാണ് ഈ പറയുന്നത്. ഇതായിരിക്കാം. ഇത് ഒരാചാര്യന്മാർ എഴുതി വെക്കാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. എന്തുകൊണ്ട് ആറാം ഭാവം മകരമായി വരുമ്പോൾ ഈ ധനനാശമോ അതുപോലുള്ള മറ്റു പല അലസതയോ മടിയോ വർത്തമാന പെശകോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്, കണ്ടെത്തിയത്. ഇനി ഏഴാം ഭാവം കുംഭമാണ്. അതും ശനിയുടെ ക്ഷേത്രമാണ്. അവിടെ വരുമ്പോൾ ഭാര്യ ദുഷ്ട സ്വഭാവമുള്ള സ്ത്രീയാകുക, ഭർത്താവ് ദുഷ്ടതയുള്ള ആളാകുക, അന്യ സ്ത്രീ പ്രസക്തി ഉണ്ടാകുക, വൃദ്ധ സ്ത്രീ പ്രസക്തി ഉണ്ടാകുക, വൃദ്ധ പുരുഷ പ്രസക്തി ഉണ്ടാകുക, അതുപോലെ കുലത്തിന് ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ജീവിതത്തിന്റെ മധ്യഭാഗം കഴിയുമ്പോൾ ഇവർ ദേവബ്രാഹ്മണ ഭക്തി, ക്ഷേത്രം, അതുപോലെ സപ്താഹ വായനയ്ക്ക് പങ്കെടുക്കുക, അല്ലെങ്കിൽ സപ്താഹം പഠിപ്പിക്കുക, അല്ല അതുപോലുള്ള കാര്യങ്ങൾ, നാരായണീയം പഠിപ്പിക്കുക, അതുപോലുള്ള പുരാണ ഇതിഹാസങ്ങൾ ഓൺലൈനിൽ പഠിപ്പിക്കൽ, ഇപ്പൊ സ്ത്രീകളുടെ ഒരു പ്രത്യേക തൊഴിലാണത്. അത്തരം കാര്യങ്ങളിൽ ചെന്നപ്പെടുക. ഇവരുടെ പൂർവാശ്രമത്തിൽ ഇവര് മോശക്കാരായിരിക്കും, പക്ഷെ
പിന്നീട് അവര് ഇത്തരത്തിലുള്ള വേഷം കെട്ടി നമ്മുടെ മുന്നിൽ വരുന്നതായി കാണുന്നുണ്ട്. ചിങ്ങലഗ്നത്തിന്റെ ഏഴാം ഭാവം ഭാര്യ ഭർത്തൃസ്ഥാനമാണ്. അപ്പൊ ഭാര്യ ഭർത്താവിന് അനുകൂലി ആയിക്കൊള്ളണമെന്നില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് അനുകൂലി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ അവിടെയെല്ലാം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ ഇവർ വഴിമാറി സഞ്ചരിച്ച് സ്വാത്വികന്മാരാണെന്നുള്ള നാട്യത്തിൽ അന്യരെ ഉപദേശിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയും നമ്മൾ കാണുന്നു. നമുക്ക് 8ലേക്ക് പോവാം. ചിങ്ങത്തിന്റെ 8 മീനമാണ്. മീനം വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. പക്ഷെ വ്യാഴത്തിന്റെ ക്ഷേത്രമാണെങ്കിലും അവിടെ രോഗം, ദുരിതം, മരണം, ജലസംബന്ധമായ യാത്രയിൽ അപകടം സംഭവിക്കുക, അതുപോലെ ആശുപത്രിവാസം ഉണ്ടാകുക, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രോഗാവസ്ഥ കൊണ്ട് വിഷമിക്കുക മുതലായ കാര്യങ്ങൾ മീനം 8ാം ഭാവമായി വരുമ്പോൾ, 8ാം ഭാവം എന്ന് പറയുമ്പോൾ ആയുർസ്ഥാനമാണ്. രോഗങ്ങൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം. അത് വ്യാഴത്തിന്റെ ക്ഷേത്രമായാൽ പോലും ചിങ്ങത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല. പിന്നെ 9ാം ഭാവം മേടമാണ്. അത് ചൊവ്വയുടെ ക്ഷേത്രമാണ്. ഇത്തരക്കാരോ കാരികളോ പിശുക്കന്മാരും കാലിസമ്പത്തും മറ്റു കാര്യങ്ങളും, മൃഗങ്ങളെയൊക്കെ വളർത്തി ജീവിക്കുക, അതുപോലെ ക്രൂരമായ മനസ്സുണ്ടാകുക, അവരുടെ പ്രവൃത്തികളിൽ ഒരു നാണയത്തിന്റെ 2 വശം പോലെ നന്മയും തിന്മയും കളിയാടുക, അവരുടെ വാക്കുകൾക്ക് കാഠിന്യം പോലെ മൃദുത്വവും വരിക, കഠിനമായ വാക്കുകൾ പറഞ്ഞിട്ട് അവര് സന്താപം തോന്നി പിന്നെ മൃദു വചനം കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ നടക്കുക മുതലായ കാര്യങ്ങൾ മേടം 9ാം ഭാവം എന്ന് വെച്ചാൽ പൂർവ്വജന്മ സുഹൃതം, ഭാഗ്യം മുതലായ കാര്യമാണ്. ഭാഗ്യത്തിന് ദോഷം വരും, ഭാഗ്യത്തിന് കുറവ് വരും. ലോട്ടറി കിട്ടിയെന്ന് തോന്നും, ഒരു നമ്പറിന് പോയി എന്ന് പറയും. അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം വരുന്നു എന്ന് തോന്നും, ആള് തട്ടിത്തെറിപ്പിക്കും. ഇതാ ഉദ്യോഗം കിട്ടി എന്ന് പറഞ്ഞ് ഇന്റിമേഷൻ വരും, അതിന് കാലതാമസം വരും. കാലതാമസം വന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ആ റാങ്ക് ക്യാൻസൽ ആയി പോയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോ അത് ആ ഭാഗ്യത്തിനെ തട്ടിത്തെറിപ്പിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഇനി 10ാം ഭാവം എടവമാണ്. ചിങ്ങത്തിന്റെ 10 എടവം രാശിയാണ്. എടവം ശുക്രന്റെ ക്ഷേത്രമാണ്. അവർ സ്വാത്വികശീലരും ദയാശീലരും അനുകമ്പയുള്ളവരും ദാനശീലന്മാരും സംഗീതം, നൃത്തം, കല മുതലായവയിൽ നിന്ന് ധാരാളം ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും. നടന്മാരാകാം, നടികളാവാം, അതുപോലെ ഗായികകളോ ആകാം എന്ന് വേണ്ട നാനാപ്രകാരങ്ങളുള്ള, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ കൊച്ചു കൊച്ചു ക്ലബുകളും കലാകാരന്മാരും എല്ലാം ഉണ്ടാവും. അവരുടേതായ ആ ലോകത്ത് നിന്നായിരിക്കും അറിയുന്നത്. അവർക്ക് വലിയ വിശ്വപ്രസിദ്ധിയോ അഖില കേരള പ്രസിദ്ധിയോ അഖിലേന്ത്യാ പ്രസിദ്ധിയോ ഒന്നും അവർക്കുണ്ടാകില്ല. പക്ഷെ അവര് അങ്ങനെയുള്ള ആളുകള്, എടവം ഈ കർമ്മഭാവം, ചിങ്ങത്തിന്റെ കർമ്മഭാവം വഹിക്കുന്ന ആളുകള്, അവര് ഏതു പ്രകാരത്തിലും ധനസമ്പാദനം ഉണ്ടാകുകയും ജനമധ്യത്തിൽ സാമാന്യം നല്ല പേരും പെരുമയും നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകളായി കണ്ടുവരുന്നു. ഇനി ഇതൊക്കെ പറഞ്ഞു, ഇത് ഇങ്ങനെ ആവണമെങ്കിൽ ആ കർമാധിപൻ അവർക്ക് അനുകൂലിയാകണോ? കർമാധിപന് പാപത്തുണ്ട്. ചിങ്ങത്തിന്റെ 10ാം ഭാവം ഇടവമായി വരുമ്പോൾ ഇടവൻ ശുക്രനാണ്. ശുക്രന് ആ 10ാം ഭാവാധിപൻ കേന്ദ്രാധിപത്യ ദോഷമുണ്ട്, പാപത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ നല്ല സ്ഥലത്തോ നല്ല രീതിയിലോ നിന്നാൽ സ്ഥിതിഗതി മാറി മറിയും. അതാ ചീത്ത സ്ഥിതിയിലാണ് അങ്ങനെയോ. അപ്പൊ ഇതിന്റെയൊക്കെ പക്ഷാന്തരങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾക്കും പറയുന്നതിന് 2 വശങ്ങളുണ്ട്. 11ാം ഭാവം മിഥുനമാണ്. ചിങ്ങത്തിന്റെ 11ാം ഭാവം മിഥുനമാണ്. മിഥുനം ബുധന്റെ ക്ഷേത്രമാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കുപ്രസിദ്ധരാവും. സുപ്രസിദ്ധരല്ല, കുപ്രസിദ്ധരാവും. ധനം ഉണ്ടാകും, പ്രതാപം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. പക്ഷെ പേരുദോഷമായിരിക്കും. അത് പുരുഷന്മാർക്കും അത് തന്നെയായിരിക്കും. ലാഭസ്ഥാനമാണത്. ലാഭം നാനാപ്രകാരേണ ഉണ്ടാകും. പക്ഷെ ആ ഉണ്ടാക്കുന്ന ലാഭം ഏത് രീതിയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും.
മസാജ് പാർലർ നടത്തി, അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മറവിൽ മറ്റു പല വിക്രിയകൾ നടത്തി ധനമുണ്ടാക്കുന്നതും അല്ലാത്ത രീതിയിൽ ധനമുണ്ടാക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അപ്പൊ 11ാം ഭാവാധിപത്യം ബുധന് വന്ന് ആ 11ാം ഭാവാധിപത്യം ചിങ്ങലഗ്നത്തിന് പാപത്വമുണ്ട്. 11ാം ഭാവാധിപത്യം ആർക്ക് വന്നാലും അതിന് പാപത്വമുണ്ട്, പ്രത്യേകിച്ച് ബുധന് പാപത്വമുണ്ട്. അപ്പൊ ആ പാപത്വം ഉള്ളത് കൊണ്ട് അവിടെ കിട്ടുന്ന ലാഭത്തിന് സ്വാത്വികത്വം ഉണ്ടാവില്ല, ആ ലാഭത്തിന് പ്യൂരിറ്റി ഉണ്ടാവില്ല. ധനം ഉണ്ടാകും, പലതരത്തിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള അലങ്കാരങ്ങളും അതുപോലുള്ള സ്വാത്വിക വാക്കുകളും പ്രസംഗങ്ങളും ഇവരുടെ കയ്യിലുണ്ടെങ്കിലും മറവിൽ, ഇരുട്ടിന്റെ മറവിൽ, അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അവർ കാണിക്കുന്ന കാട്ടായങ്ങൾ വളരെ വിരുദ്ധമായിരിക്കും. അതാണ് 11ാം ഭാവത്തിൽ മിഥുനം ആധിപത്യം വഹിക്കുകയും ബുധൻ അതിന്റെ അധിപനാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ ഫലം. ആദായം ധാരാളം ഉണ്ടാവും, ധനലാഭമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ധനത്തിന്റെ സ്ഥിതി ഇതായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അത്തരം കാര്യങ്ങൾ, പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവര് ഒരു പ്രത്യേക സ്റ്റേജ് വരുമ്പോൾ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുക എന്ന അവസ്ഥയും വന്നുപെടാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ബുധൻ സൗമ്യനാണ്, ബുധന് ശക്തിയുണ്ട്. ആ ബുധന്റെ ശക്തി കൊണ്ട് ഇതെല്ലാം മാറി മറിയുകയും ചെയ്യാം. കർക്കിടകൻ രാശിയാണ് ഇതിന്റെ 12ാം ഭാവം, ചിങ്ങത്തിന്റെ 12ാം ഭാവം. ആ 12ാം ഭാവം വരുമ്പോൾ കർക്കിടകൻ രാശി ചന്ദ്രന്റെ ക്ഷേത്രമാണ്. സൽക്കർമ്മം, വളരെ ഉന്നതമായ ജീവിത മൂല്യങ്ങൾ, ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ, ആ സമയത്ത് കയറ്റിറക്കങ്ങൾ 12ാം ഭാവാധിപന്റെ ദശ നടക്കുമ്പോഴോ 12ാം ഭാവം കർക്കടകമായി വരുമ്പോഴോ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം, കയറ്റിറക്കങ്ങൾ സംഭവിക്കാം. പക്ഷെ സൽപ്രവൃത്തി കൊണ്ട് സൽപ്പേരും പെരുമയും എല്ലാം ഉണ്ടാകാം. ചില ആളുകള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭൂമി വെക്കും, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അത് കഴിയുമ്പോൾ അയാൾ പാപ്പരാകും. പക്ഷെ അയാളെ കുറിച്ച് പറയും, നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, എല്ലാം വിറ്റ് തൊലച്ച് നാടിനും നാട്ടാർക്കും വേണ്ടി അദ്ദേഹം ജീവിച്ചു എന്നുള്ള പേര് കിട്ടും. അത്തരക്കാരെ നോക്കിയാൽ നമുക്കറിയാം ചിങ്ങലഗ്നത്തിന്റെ 12ാം ഭാവം കർക്കടകം. ഇതുപോലെ 100 കാര്യങ്ങൾ, 100 കഥകൾ നമുക്ക് പറയാം. നമ്മൾക്ക് കഥകൾ പറഞ്ഞ് നീണ്ടു പോകാതിരിക്കാൻ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ അധ്യായം മുഴുമിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ ചിങ്ങലഗ്നത്തെ എടുത്ത് അതിന്റെ 12 ഭാവങ്ങളുടെയും യഥാതഥ സ്വഭാവങ്ങൾ വളരെ ലളിതമായി, വളരെ ചെറുതായി പ്രതിപാദിച്ചു. ഈ പ്രതിപാദിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം വരാം എന്ന് ഞാൻ തീർത്തു പറയുന്നു. കാരണം ഓരോ ജാതകത്തിലും ഓരോ വ്യക്തിക്കും യോഗബലങ്ങൾ ഉണ്ടാവും, ചന്ദ്രന് ബലം ഉണ്ടാവും, അതുപോലെ എല്ലാത്തിനെയും കഴുകിക്കളയുന്ന പ്രത്യേകതര യോഗങ്ങൾ ഇവർക്കുണ്ടാകും. ആ യോഗങ്ങൾ സ്വാധീനിക്കുമ്പോൾ ഈ ലഗ്നത്തിന് വരുന്ന പല ഗുണങ്ങളും പല പാപത്വങ്ങളും മാറി മറിയാം. ഇത് മുരളിക ചാനലിൽ ചിങ്ങലഗ്നത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ അനുഭവം വേറെ ആണല്ലോ, എനിക്ക് അനുഭവമില്ലല്ലോ എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. യോഗങ്ങളും അതുപോലെ നമ്മുടെ ചില പ്രത്യേക ഗ്രഹസ്ഥിതികളും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കാം, നമുക്ക് ഗുണം തരാം, അതുപോലെ ദോഷം കൊണ്ടുവരാം. ആ ദോഷം കൊണ്ടുവരുന്നത് എങ്ങനെ, എപ്രകാരം എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അവിടെയാണ് കുശാഗ്ര ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പൊ നമ്മള് പല ലഗ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്ന് ചിങ്ങലഗ്നത്തെ കുറിച്ച് പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുക, യുക്തിപരമായി ഉൾക്കൊള്ളുക, അല്ലാതെ അന്ധവിശ്വാസമായി ഒന്നും എടുക്കരുത്. ഇത് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായി ഉൾക്കൊള്ളുക. ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത ലഗ്നങ്ങളെ കുറിച്ച് കൃതകൃത്യതയോടുകൂടി പഠനാർഹമായി വളരെ ആഴത്തിൽ ചിന്തിച്ച് നമുക്ക് ഓരോ സംഭവങ്ങൾ ഇതുപോലെ ആസ്വദിക്കാം, ഈ സംഭവങ്ങളെല്ലാം അറിയാം. വീണ്ടും നമുക്ക് കാണാം എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും. നന്ദി, നമസ്കാരം.